നമസ്കാരം. മുമ്പൊക്കെ അധ്യാപകർക്ക് കുട്ടികളെ പരിമിതമായ രീതിയിൽ ശിക്ഷിക്കുന്നതിന് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ അധ്യാപകർ ക്ലാസ്സിലേക്ക് വരുന്നത് ചൂരൽവടികളുമൊക്കെ ആയിട്ടാണ് വരുന്നത്. ഈ വരവ് കാണുമ്പോൾ തന്നെ കുട്ടികളൊക്കെ നിശബ്ദരായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും കുസൃതി കാണിച്ചു കൊണ്ടിരുന്നാൽ തന്നെ ഈ ചൂരലുമായി വരുന്ന അധ്യാപകനെ കാണുമ്പോൾ അവരൊക്കെ മര്യാദരാമന്മാരായിരിക്കും. എന്ന് മാത്രമല്ല, പഠിക്കുന്നതിന് ഈ ചൂരൽ കൊണ്ടുള്ള അടി കിട്ടുമോ എന്ന് പേടിച്ച് അത്യാവശ്യം പഠിക്കുന്നവരും ഉണ്ടായിരുന്നു, ഹോംവർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറിയിരിക്കുന്നു. ബാലാവകാശ കമ്മീഷനും മറ്റുമൊക്കെ വന്നതിന് ശേഷം കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അന്നത്തെ കാലത്ത് അധ്യാപകർ തന്നെ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ തന്നെ അധ്യാപകരോട് പറയും, മക്കൾ പഠിച്ചില്ലെങ്കിൽ നല്ല വിധത്തിൽ അടിച്ചോളൂ, ഞങ്ങൾ ആരും ചോദിക്കാൻ വരില്ല എന്ന്. കാരണം അടി കിട്ടി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് സന്തോഷമാണ്. കാരണം മകൻ പഠിക്കാൻ വേണ്ടിയാണല്ലോ അധ്യാപകൻ അടിച്ചത് എന്നുള്ളൊരു സന്തോഷം ഈ വീട്ടുകാർക്കും ഉണ്ടാകും. അധ്യാപകരും അത്തരത്തിൽ മർദ്ദിക്കാറൊന്നുമില്ല. അവരൊക്കെ എന്തെങ്കിലും കുസൃതി കാണിച്ചാലോ അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിലോ മാത്രമേ ചെറിയ അടികളൊക്കെ തരൂ. അന്ന് ചില അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ അടിക്കുന്നവരൊക്കെ. അവരോടൊക്കെ ഇന്നും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. അങ്ങനെയാണ് അവരുടെ മുഖം പോലും ഇപ്പോഴും ഞാനൊക്കെ ഓർക്കുന്നത്. കാരണം അവരൊക്കെ അന്ന് അത്രയും ഈ അവരുടെ ആ ഒരു ചൂരലിൽ കയ്യിലിരുന്ന ആ ചൂരലിൻ്റെ ഒരു ഭയം കൊണ്ട്, ആ ചൂരലിനോടുള്ള ഭയം കൊണ്ടാണ് ഇന്ന് കുറച്ചെങ്കിലുമൊക്കെ മാന്യമായിട്ടൊക്കെ ജീവിക്കാനും മറ്റും നമുക്ക് കഴിയുന്നത്. ആ ഒരു ഭയം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറി. ഇന്ന് കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. കാരണം കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല. ഇന്ന് അധ്യാപകരും മാറിയിരിക്കുന്നു. കാരണം കുട്ടികളെയൊക്കെ വളരെ മൃഗീയമായി ശിക്ഷിക്കുന്ന പല ചിത്രങ്ങളും വീഡിയോകളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് KT ജലീലിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് എനിക്ക് വളരെ വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അദ്ദേഹം ഇന്നലെ ഒരു ചടങ്ങിൽ ഒരു കുട്ടിയെ അടുത്തേക്ക് വിളിച്ച് ആ കുട്ടിയുടെ ചെവിയിൽ ചെറുതായി ഒന്ന് പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തോ ഒരു വളരെ നാണം കെട്ട ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് വിദ്യാർത്ഥികളെ മുൻ മന്ത്രി KT ജലീൽ അപമാനിച്ചെന്ന പരാതി ഉയർന്നത്. ഈ പരാതി ഉയർന്നതിനു ശേഷം ബാലാവകാശ കമ്മീഷൻ KT ജലീലിനെതിരെ കേസെടുക്കുകയും ചെയ്തു. അക്ഷരമറിയില്ലേ എന്ന് പരസ്യമായി ചോദിക്കുകയും മേൽവിലാസം തെറ്റിച്ചെഴുതിയ വിദ്യാർത്ഥിയുടെ ചെവിക്ക് പിടിക്കുകയുമായിരുന്നു ജലീൽ ചെയ്തത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഇന്നലെ ഉയർന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ കേസെടുക്കുകയും ചെയ്തു. വിഷയത്തെക്കുറിച്ച് പാലക്കാട് ശിശു സംരക്ഷണ ഓഫീസറിൽ നിന്ന് റിപ്പോർട്ട് തേടുമെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. ഷാജേഷ് ഭാസ്കർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ണാർക്കാട് നഗരസഭയിലെ 3 വാർഡുകളിലെ SSLC +2 വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലായിരുന്നു ഈ സംഭവം. ഹിന്ദിയിൽ A+ നേടിയവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടു. കൈപൊക്കിയ വിദ്യാർത്ഥികളെ വേദിയിലേക്ക് വിളിച്ച് വിലാസം എഴുതാൻ ആവശ്യപ്പെട്ടു. അക്ഷരത്തെറ്റ് വരുത്തിയ വിദ്യാർത്ഥിയുടെ ചെവിക്ക് പിടിച്ചു. ടെൻഷനായാൽ എഴുതുമ്പോൾ തെറ്റുമെന്ന് വിദ്യാർത്ഥി പറഞ്ഞപ്പോൾ ടെൻഷനായാലും അക്ഷരത്തെറ്റ് വരാൻ പാടില്ലെന്ന് ജലീൽ പറഞ്ഞു. മറ്റൊരു കുട്ടിയോട് എന്താണോ തനിക്ക് എഴുതാൻ പറ്റുമോ എന്നും ചോദിച്ചു. A+ ലഭിച്ചിട്ടും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം രക്ഷിതാക്കളെ കൂടി ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ജലീൽ ഈ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. അതേസമയം കുട്ടികൾക്ക് പിശകുകൾ സംഭവിച്ചാൽ തമാശയിലും കാര്യത്തിലും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ ശൈലിയെന്നും അതാണ് മണ്ണാർക്കാട്ട് ചെയ്തത് എന്നുമാണ് KT ജലീൽ പിന്നീട് വിശദീകരിച്ചത്. ഞാൻ ഇതിലൊരു തെറ്റും കാണുന്നില്ല എന്ന് മാത്രമല്ല ജലീലിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന് ഈ കുട്ടികളെ അപമാനിക്കുന്നു എന്നുള്ള ചിന്ത ഇനി KT ജലീലിനല്ല ഒരു മനുഷ്യനും കാണില്ല. അദ്ദേഹത്തിന് കുട്ടികളുടെ വാത്സല്യം തോന്നിയിരിക്കാം. സ്വാഭാവികമായും ഹിന്ദിയിൽ A+ നേടിയവർക്ക് അവരോട് ബ്ലാക്ക് ബോർഡിൽ വിലാസം എഴുതാൻ പറയുമ്പോൾ അത് തെറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം ചോദിച്ചാൽ എന്താണ് തെറ്റ്? ചെറുതായി ചെവിക്ക് പിടിക്കുന്നത് വാത്സല്യത്തോടു കൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ്. അതുപോലും തിരിച്ചറിയാൻ പറ്റാതെ അതിനെപ്പോലും വിവാദമാക്കുന്നവരുടെ മാനസിക നില പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നിട്ട് അത് മാത്രമല്ല, ഇത് അദ്ദേഹം പറയുന്നത്, KT ജലീൽ പറയുന്നത്, ഇത് ഈ കുട്ടികളുടെ ഈ ഒരു നിലവാരം അവരുടെ രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഹിന്ദിക്ക് A+ കിട്ടിയത്? സ്വന്തം മേൽവിലാസം തെറ്റുകൂടാതെ എഴുതാൻ കഴിയുന്നവർക്ക് എങ്ങനെയാണ് ഹിന്ദിയിൽ A+ കിട്ടിയത്? അപ്പോൾ ഒരാളെ എന്തു ചെയ്താലും അതിനെ അധിക്ഷേപിക്കുന്നത് ആ ഒരു പ്രവണത ശരിയല്ല. നല്ലത് ചെയ്താൽ അംഗീകരിക്കണം. അന്ന് അധ്യാപകരൊക്കെ ശിക്ഷിച്ച കുട്ടികളൊക്കെ ഇന്ന് ഒരുവിധം മാന്യമായിട്ടെങ്കിലും ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം. അധ്യാപകർ ഒന്ന് ചെറുതായി ശിക്ഷിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, വഴക്കു പറയാൻ പാടില്ല. ഇതൊക്കെ ഏത് ലോകത്തിലേക്ക്, ഏത് രീതിയിലേക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വയ്യ. കാരണം കുട്ടികൾക്ക് എപ്പോഴും അധ്യാപകരോടൊരു ഭയം ഉണ്ടാകണം. ആ ഭയം എന്ന് പറയുമ്പോൾ അതൊരു സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയുള്ള ഒരു ഭയമായിരിക്കണം.
ആ ഭയമുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ അധ്യാപകരോടൊരു ആദരവ് തോന്നാനും ഒക്കെ കഴിയൂ. അധ്യാപനം എന്ന് പറയുന്നത് വളരെ മഹത്തായൊരു തൊഴിലാണ്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് റാന്നി കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ബാബു ജോസഫ് സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി. അദ്ദേഹം ഒക്കെ പറയുന്നത് കേട്ട് അദ്ദേഹത്തിന് 70 വയസ്സായപ്പോൾ അദ്ദേഹം പോലും മറന്നു 70 വയസ്സായി 70 വയസ്സാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം. ആ 70 വയസ്സായപ്പോൾ അദ്ദേഹം 10-40 വർഷം മുൻപ് തിരുവനന്തപുരത്ത് പഠിപ്പിച്ചവർ അവർ തിരുവനന്തപുരത്ത് ഹൈസിന്ത് ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഒരുക്കുകയാണ്. അദ്ദേഹം വല്ലാതെ ഒരു അത്ഭുതപ്പെട്ടു പോയി. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി ആ പുസ്തകം കൂടി അദ്ദേഹത്തിന് അന്ന് സമർപ്പിച്ചു. അതൊക്കെ ഒരു അധ്യാപകന് കിട്ടുന്ന ഒരു ആദരവാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം 40 വർഷങ്ങൾക്ക് മുൻപ് തങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ്റെ ജന്മദിനം ഓർത്തു വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ആധാരമാക്കി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് അത് വലിയൊരു ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ പരം എന്ത് സന്തോഷമാണ് വേണ്ടത്? അപ്പോൾ ഈ കുട്ടികളെയൊക്കെ വഷളാക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റവും ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെയാണ്. മാതാപിതാക്കൾ ഇതിൽ കുറ്റക്കാരാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മാതാപിതാക്കൾക്ക് കുട്ടികൾ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ വളരണമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നിയമത്തിന് നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊക്കെ അത് വളരെ ഒട്ടും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അവർക്ക് പരിഷ്കാരങ്ങൾ വേണം. പരിഷ്കാരം വരുത്തി ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നിപ്പോകുന്നു. KT ജലീലിനെ പോലെയുള്ള അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ ഒരു മനുഷ്യൻ കുട്ടികളെ അടുത്ത് വിളിച്ചൊന്ന് അവരുടെ ചെവിക്കൊന്ന് വാത്സല്യത്തോടു കൂടി ചോദിച്ചാൽ, അല്ലെങ്കിൽ അക്ഷരത്തെറ്റ് ഇല്ലാതെ എഴുതാൻ അറിയില്ലേ എന്ന് ചോദിച്ചാൽ അത് എങ്ങനെയാണ് കുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അപ്പോൾ ഈ ഒരു പരാമർശം മാനസിക ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു ആ കുട്ടി. അപ്പോൾ ആ കുട്ടി വീണു പോകില്ലേ? യഥാർത്ഥത്തിൽ ഇവിടുത്തെ സിസ്റ്റമാണ് പ്രശ്നം, മനുഷ്യരല്ല.